ഘോഷയാത്ര കടന്നു പോകുന്ന വഴികളിലെല്ലാം വിളക്കുകൾ കത്തിച്ച് കാർത്തിക ദീപം തെളിയിച്ചുകൊണ്ട് ഭക്തജനങ്ങളും വീട്ടമ്മമാരും വ്യാപാരികളുമൊക്കെ ഈ ഘോഷയാത്രയെ വളരെ ഭക്തിനിർഭരമായി വരവേൽക്കുന്ന വളരെ വലിയ ചടങ്ങാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിൻ്റെ തുടക്കം കൂടിയാണ് കാർത്തികയുടെ തുടക്കം കുറിക്കുന്നത്. വർഷത്തിലൊരിക്കലും ഈ ഒരു ചടങ്ങിന് വേണ്ടി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ജനങ്ങളുടെ വ്രതമനുഷ്ഠിച്ചുകൊണ്ടാണ് ഈ ചടങ്ങിലൊക്കെ പങ്കെടുക്കുന്നത്. കുട്ടികളുടെയൊക്കെ വളരെ വലിയൊരു വഴിപാടാണ്, വിശ്വാസപൂർവ്വം നടത്തുന്നൊരു വഴിപാടാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ കാർത്തിക വിളക്കിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാനും അത് സായുജ്യമടയാനും ഈ ക്ഷേത്രത്തിന് ചുറ്റും ഈ റോഡിലുമൊക്കെ എത്തി നിൽക്കുന്നത്. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ പ്രത്യേകം തയ്യാറാക്കിയ പിണ്ടിയിലാണ് മുഴുവൻ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രകൃതി സൗഹൃദം കൂടിയാണ്. നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ അമ്മയുടെ തിരുസന്നിധിയിൽ അമ്മയുടെ പ്രിയ ഭക്തർ സമർപ്പിക്കുന്ന കാർത്തിക വിളക്ക് ഘോഷയാത്ര ഇതാ അമ്മയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇതാ ആദ്യമായിട്ട് തെക്കേ ഉച്ചയ്ക്ക് ഇവിടെ വലിയ പുഴുക്ക് സദ്യ നടത്താറുണ്ട്. അത് ഈ നാട്ടിൽ നിന്നുള്ള കാർഷിക വിഭവങ്ങൾ മാത്രമാണ്. ഈ കൃഷിയുടെയും സംസ്കാരത്തിൻ്റെയും ഒരു ഭാഗം കൂടിയായിരുന്നു കേരളത്തിലെ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ. അതുകൊണ്ട് തന്നെ ഘോഷയാത്ര അമ്മയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നതിനോടൊപ്പം തന്നെ പൊന്നുതമ്പുരാട്ടിയുടെ
സർവാധീഷ്ടവരദായിനിയായി ഐശ്വര്യങ്ങളുടെയും ഉറവിടമായി വൈകലിൽ കുടികൊള്ളുന്ന സത്വസംഹാര മൂർത്തിയായി വിളിച്ചാൽ വെള്ളിപ്പുറത്ത് നൂറുകണക്കിന് ഇതുപോലുള്ള കാർത്തിക സ്തംഭങ്ങളാണ്. വാഴപ്പിണ്ടിയും കുരുത്തോലയും ഒക്കെ പന്തങ്ങൾ നടുവിലൊക്കെ മാല കൊണ്ടൊക്കെ അലങ്കരിച്ച വലിയ പന്തങ്ങളങ്ങനെ ക്ഷേത്രത്തിൽ വർഷങ്ങളായി നടന്നു വരുന്ന ഒരു ചടങ്ങാണ്. നാടിനെ സംബന്ധിച്ച് ഒരു വർഷത്തിന് ശേഷം അടുത്ത ഇത്തരത്തിലൊരു ചടങ്ങ് വരാനായി വളരെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ചടങ്ങ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ കാർത്തിക വിളക്ക് കഴിയുമ്പോൾ അടുത്ത വിളക്കിനായി വളരെ ഭംഗിയോടെ ഒരു വർഷത്തെ നോക്കിയിരുന്നിട്ടാണ് ഈ ഒരു ചടങ്ങ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഇപ്പോഴും പ്രകൃതിയോട് ചേർന്നുള്ള കുട്ടികളെ കൊണ്ടൊക്കെ വിളക്കെടുപ്പിക്കുന്ന പ്രകൃതിയോട് ചേർന്ന പൂർണ്ണമായും പ്രകൃതിയെ മാത്രം കൊള്ളിച്ചുകൊണ്ട് പ്രകൃതിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള വിളക്കാണ് ഈ കാർത്തിക വിളക്കിനായി ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കേണ്ട വള്ളത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു കാർത്തിക സ്തംഭമാണ്. വള്ളത്തിൻ്റെ ആകൃതിയിൽ പൂർണ്ണമായും കുരുത്തോലയും വാഴപ്പിണ്ടിയൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ്. നാട്ടിലെ കുട്ടികളുടെയൊക്കെ കലാവിരുദ്ധം വാസനയമനുസരിച്ച് അവർക്ക് ചേരുന്ന രീതിയിൽ വളരെ ഭംഗിയായി പ്രത്യേകമായി അലങ്കരിച്ചിരിക്കുന്ന ഇത് ക്ഷേത്രത്തിൻ്റെ മാതൃകയാണ്. ക്ഷേത്രത്തിൻ്റെ മാതൃകയായി തയ്യാറാക്കിയിരിക്കുന്ന കാർത്തിക സ്തംഭമാണ്. നൂറുകണക്കിന് വിളക്കുകളാണ് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് നാടിൻ്റെ വിവിധ കരകളിൽ നിന്നായി എത്തിക്കൊണ്ടിരിക്കുന്നത്. കാർത്തിക തിരുനാളിനായി ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇത്തരത്തിലൊരു ദിനമെത്തുന്നത്. ഈ ക്ഷേത്രം ചുറ്റി നിറയെ ഇത്തരത്തിലുള്ള നൂറുകണക്കിന് കാർത്തിക സ്തംഭങ്ങൾ എത്തിയിരിക്കുകയാണ്. മറ്റെങ്ങും കാണാത്ത തരത്തിലുള്ള പ്രത്യേകതകളാണ് ഈ കാർത്തിക വിളക്കിനോടനുബന്ധിച്ച് വൈക്കൽ ക്ഷേത്രത്തിലുള്ളത്. ഇത്തരത്തിൽ ദീപവും കൊളുത്തി അതിനെ ചുമന്ന ഒരു പ്രത്യേക തരത്തിലുണ്ടാക്കിയ കാർത്തിക സ്തംഭം അത് പൂർണ്ണമായും പ്രകൃതി സൗഹൃദമായി തയ്യാറാക്കിയ നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഒരു ചടങ്ങാണ്. വളരെ മനോഹരമായി അതിനെ അലങ്കരിച്ച് ദേവിക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന കാർത്തിക വിളക്കിൻ്റെ എഴുന്നള്ളത്താണ്. ഈ വള്ളത്തിൻ്റെ ആകൃതിയിലും കാവടിയുടെ ആകൃതിയിലുമൊക്കെ തയ്യാറാക്കിയ വാഴപ്പിണ്ടിയും വിളക്കുകളും അവസാന എഴുന്നള്ളത്തിന് ശേഷം ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ നിക്ഷേപിക്കുന്ന കാഴ്ചയാണ്. ഇത് ദേവിക്ക് മുന്നിൽ എഴുന്നള്ളിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ ഉപേക്ഷിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പെട്ടിയുണ്ടാക്കി അത് തലയിൽ എഴുന്നള്ളിച്ചുകൊണ്ട് കടന്നു വരുന്ന ഭക്തി നിർഭരമായിട്ടുള്ള കാഴ്ച. പ്രതികൂല കാലാവസ്ഥയിലും ഭക്തജനങ്ങൾ തങ്ങളുടെ ഉന്നതമ്പുരാട്ടിയുടെ സർവ്വദുഃഖ നിവാരിണിയായ വൈക്കലമ്മയുടെ പാതാരപിണ്ഡങ്ങളിൽ ശരണമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ ഇഷ്ടദീപമായിട്ടുള്ള കാർത്തിക വിളക്കുകളിൽ തെളിയിച്ചുകൊണ്ട് അകമ്പടിയോടുകൂടി അമ്മയുടെ ഭക്തജനങ്ങൾ അങ്ങനെ ഒഴുകി എത്തുകയാണ് ഈ പുണ്യഭൂമിയിലേക്ക്. അഷ്ടൈശ്വര്യങ്ങളോടുകൂടി ദേശത്തിന്റെ അധിപയായി വൈക്കലിൽ വാണരുളുന്ന വൈക്കലമ്മയുടെ ഭക്തജനങ്ങൾ അണിചേരുന്ന ഭക്തി നിർഭരമായിട്ടുള്ള ആ മഹാഘോഷയാത്ര പരിപാലനമായിട്ടുള്ള ക്ഷേത്രസന്നിധിയിലേക്ക്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ ശബരിമല ഭക്തരാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള സ്വാമി ഭക്തരാണ്.
വൈക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ദേവിയുടെ തിരുനാളാണെന്ന് കാർത്തിക. ആ കാർത്തികയോടനുബന്ധിച്ചാണ് അതിഗംഭീരമായിട്ടുള്ള ഭക്തി ആദരപൂർവ്വം ഭക്തജനങ്ങൾ എടുക്കുന്ന കാർത്തിക വിളക്കുകളാണ് ദേവിയുടെ മുന്നിൽ ആറാടിച്ച ശേഷം ഇവിടെ തൊട്ടടുത്തുള്ള ഭൂമിയിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്നത്. അതായത് വ്രതശുദ്ധിയോടുകൂടിയാണ് ഈ കെട്ടുവിളക്കുകൾ എടുക്കുന്നത്. നമുക്കറിയാം, ആന എഴുന്നള്ളത്തില്ല, ഫ്ലോട്ടുകളില്ല. വളരെ ഭക്തി ആദരപൂർവ്വം അവർ ഈ വിളക്കുകൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തയ്യാറാക്കി വെക്കുകയും ഈ കാർത്തിക ദിവസം ഭഗവതിയുടെ മുന്നിൽ ഇത് എഴുന്നള്ളിച്ച് അനുഗ്രഹമാകുക എന്നുള്ളതാണ്. ഐശ്വര്യമാണ്, ദീപമാണ്. അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതാണ് പ്രകാശം എന്ന് പറയുന്നത്. അതായത് മനുഷ്യനുള്ള എല്ലാ തെറ്റുകളും, എല്ലാ കുറ്റങ്ങളും, എല്ലാ അന്ധകാരങ്ങളും മാറ്റുന്നതിന് വേണ്ടി, മനസ്സ് തെളിയിക്കുന്നതിന് വേണ്ടി അനുഗ്രഹപ്രദായിനിയായിട്ടുള്ള പ്രകാശം പകരുന്ന നാളാണ് കാർത്തിക എന്ന് പറയുന്നത്. പ്രകാശമാണ് അവിടെ. അതായത് ലൈറ്റാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന, മനുഷ്യ മനസ്സിലെ എല്ലാ അധാർമിക പ്രവർത്തികളെയും ഇല്ലാതാക്കുന്ന, ചെയ്ത പാപങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് ഹരിയോം ഹരി മന്ത്രത്തോടു കൂടിയാണ് വിളക്ക് എഴുന്നള്ളിക്കുന്നത്. അത് ഏറ്റവും പ്രധാനമാണ്, ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമാണ് തലവിളക്കുകൾ. വലിയ വിളക്കുകളല്ല, കൂടുതലായിട്ട് നമ്മൾ കണ്ടു കാണും. തലവിളക്ക്, അതായത് ഒറ്റ വിളക്ക് വ്രതശുദ്ധിയോടുകൂടി തലയിലെടുത്തുകൊണ്ട് അമ്മയുടെ മുന്നിൽ ആറാടിക്കുക. അതാണ് ദേവി ആഗ്രഹിക്കുന്നത്. കൂട്ടായിട്ടുള്ള വലിയ വിളക്കുകളല്ല, ചെറിയ വിളക്കുകൾ. അത് നമ്മൾ കണ്ടു കാണും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത.